ഹായ് ഗൈസ്, എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമല്ലേ? ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് വേറൊന്നുമല്ല, ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. 2 ദിവസം മുന്നേ എനിക്കുണ്ടായ ഒരു അനുഭവം ഷെയർ ചെയ്യാമെന്നതാണ്. മാക്സിമം ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഓൺലൈൻ തട്ടിപ്പ്, നമ്മുടെ ബാങ്കിലെ അക്കൗണ്ടിൽ നിന്ന് പൈസ തട്ടുക, അല്ലെങ്കിൽ പിന്നെ സ്കാമിങ്, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാവും. അത്തരത്തിലുള്ള ഒരു അനുഭവം എനിക്കുണ്ടായി. എൻ്റെ പൈസ ഒന്നും പോയിട്ടില്ല. പക്ഷെ അത്തരം തട്ടിപ്പ് നടത്തുന്ന ഒരു സംഘം എന്നെ വിളിച്ചു, മാക്സിമം എന്നെ ടോർച്ചർ ചെയ്ത് ബാങ്ക് അക്കൗണ്ടിലുള്ള പണം തട്ടാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. അത്തരം ഒരു അനുഭവം എനിക്കുണ്ടായപ്പോൾ അവരെങ്ങനെയാണ് വിളിക്കുന്നത്, എന്തൊക്കെ രീതിയിലൂടെ എന്തൊക്കെ പറഞ്ഞിട്ടാണ് വിളിക്കുന്നതെന്നൊക്കെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ വന്നത്. അപ്പോൾ ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇത്തരം അനുഭവങ്ങളൊക്കെ നമുക്ക് വരാതിരിക്കട്ടെ. ഒരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ സംഭവം കഴിഞ്ഞ ഞായറാഴ്ച ഒരു ഉച്ചക്ക് 1 മണിക്ക് ഞാൻ തിരൂർ പോയതായിരുന്നു. തിരൂർ പോയി ഞാൻ അവിടെ മാർക്കറ്റിൽ പോയി എൻ്റെ കാറിൽ ആണ് പോയത്. ഞാൻ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ എനിക്കൊരു കോള് വന്നു. എൻ്റെ പേഴ്സണൽ നമ്പറിലേക്ക് ഒരു കോള് വന്നു. ഞാൻ വണ്ടി പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ കോള് വന്നത്. ഞാൻ പെട്ടെന്ന് കോൾ എടുത്തപ്പോൾ ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. ഹിന്ദിയിൽ സംസാരിച്ചിട്ട് പറഞ്ഞു, അൻവർ സാദിഖ് ആണോ എന്ന് ചോദിച്ചു. ഞാൻ അതേ അറിഞ്ഞു. ഞാൻ വിളിക്കുന്നത് ഡൽഹി എയർപോർട്ടിൽ നിന്ന് കസ്റ്റം ഓഫീസറാണ് വിളിക്കുന്നത്. പിന്നെ നിങ്ങളെ ആധാർ നമ്പർ എന്നതാണോ ചോദിച്ചു. അപ്പോൾ ഞാൻ ഉടനെ തന്നെ എൻ്റെ പേഴ്സ് എടുത്ത് നോക്കി. ആധാർ നമ്പർ അവർ പറയുന്നത് കറക്റ്റാണ്. അതെ, അൻവർ സാദിഖാണ് സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നിങ്ങളെ പേരിലൊരു കൊറിയർ ഇവിടുന്ന് കംബോഡിയയിലേക്ക് അയച്ചിട്ടുണ്ട്. നിങ്ങളെ ആധാർ ID വെച്ചിട്ടാണ്, ആധാർ പ്രൂഫാക്കി വെച്ചിട്ടാണ് അത് അയച്ചിട്ടുള്ളത്. അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം, അതൊന്ന് നോട്ട് ചെയ്യണം. ഒരു പേപ്പറും പെന്നും എടുക്കുക, എന്നിട്ട് ഇത് പിന്നെ നിങ്ങൾ നോട്ട് ചെയ്യണം എന്നാണ്. അപ്പോൾ ഞാൻ വണ്ടി ഓടിക്കുന്ന തിരക്കിലായപ്പോൾ എൻ്റെ കയ്യിൽ പേപ്പറും പെന്നും ഒന്നുമില്ല. ഞാൻ വീട്ടിൽ പുറത്താണുള്ളത്, വണ്ടിയിലാണ്, ഡ്രൈവിങ്ങിലാണ്. ഇതൊരു സീരിയസ് മാറ്ററാണ്, നിങ്ങൾ എന്തായാലും എഴുതിയെടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു 1 അവർ കഴിഞ്ഞിട്ട് വിളിക്ക്, ഞാൻ പേപ്പറും പെന്നും എടുത്തിട്ട് റെഡിയായി നിൽക്കാം, എന്തായാലും ഞാൻ ഇപ്പോൾ ട്രാഫിക്കിലാണെന്ന് പറഞ്ഞു. അങ്ങനെ അവർ കട്ട് ചെയ്തു. പിന്നെ ഞാൻ തിരൂരിൽ നിന്ന് പോന്ന് ഇവിടെ വീട്ടിലെത്തിയിട്ട് ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പുറത്തോട്ട് പോകാൻ വേണ്ടി ഇറങ്ങി. അങ്ങനെ അങ്ങാടിയിൽ വന്നപ്പോൾ നമ്മളെ സുഹൃത്ത് മുസ്തഫ, അതേപോലെ നമ്മളെ സഹോദരൻ നിയാസ്, പിന്നെ ജസീലൊന്നുമില്ല, നിസാം ഒക്കെ വെച്ചിട്ട് ഞങ്ങളൊരു വ്ളോഗൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് മിനി ഊട്ടി പിന്നെ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വന്നപ്പോൾ ഇവരോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ചെറിയൊരു ചൊറ വന്നിക്കണ്, ഒരു ആൾ വിളിച്ചിരുന്നു, എന്താ സംഭവം എന്നറിയില്ല, ഒരു പേപ്പറും പെന്നും കയ്യിൽ വെച്ചിട്ട് നമുക്ക് പോവാം, ഇങ്ങനെ വിളിച്ചിരുന്നു പറഞ്ഞു. എന്നാൽ അങ്ങനെ ആ കാറിന് ഞങ്ങൾ വണ്ടി എടുത്ത് ഇതേ കാറിലിരുന്ന് ഞങ്ങൾ പോയി. ആദ്യം ചെങ്കോട്ടി പോയി ഒരു ജ്യൂസ് കടയിൽ നിന്ന് ജ്യൂസ് കുടിച്ചു. അങ്ങനെ നേരെ വേങ്ങര വഴി ഞങ്ങൾ മിനി ഊട്ടിയിലേക്ക് പോകുന്ന വഴിയിൽ പറപ്പൂരെത്തിയപ്പോൾ ഒരു കടയിൽ നിന്ന് ഒരു പെന്നും ഒരു റഫ് പേപ്പർ നമ്മൾ നോട്ട് എഴുതുന്ന ഒരു ഇതില്ലേ, അതും വാങ്ങി വണ്ടിയിൽ വെച്ച് ഞങ്ങൾ യാത്ര തുടർന്നു. കറക്റ്റ് മറ്റേ ഇരിങ്ങല്ലൂർ കഴിഞ്ഞ് വേങ്ങര എത്തുന്ന ആ കയറ്റം എത്തുമ്പോൾ എനിക്ക് വീണ്ടും കോള് വന്നു. ആ വിളിച്ച ആളെന്നെ, സാദിക്ക് പേപ്പറും പെന്നും ഉണ്ടോ? പിന്നെ ഉണ്ട്, പിന്നെ ഞാൻ എഴുതിക്കോളാന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ വണ്ടി സൈഡാക്കി. പുള്ളി പറഞ്ഞു, കോളിംഗ് ഫ്രം IGI എയർപോർട്ട്, ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട്, ടെർമിനൽ 3 എന്നാണ് വിളിക്കുന്നത്. പിന്നെ നിങ്ങളെ ആധാർ ഉപയോഗിച്ച്, നിങ്ങളെ ID ഉപയോഗിച്ച് ഡൽഹിയിൽ നിന്ന് കംബോഡിയ എന്ന് പറഞ്ഞ രാജ്യത്തേക്ക് ഒരു പാർസൽ അയക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ആധാർ ഉപയോഗിച്ചിട്ട് പിന്നെ ഡൽഹിയിൽ നിന്ന് കംബോഡിയയിലേക്ക് ഒരു പാർസൽ ബുക്ക് ചെയ്തിട്ടുണ്ട്, അത് അയക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞോളൂ പറഞ്ഞു, ഞാൻ വിളിക്കുന്നത് സീനിയർ ഇൻസ്പെക്ടർ കസ്റ്റം ഓഫീസർ രമേശ് പട്ടേൽ, അങ്ങനെ ഒരു പേര് പറഞ്ഞു. പിന്നെ അയാളെ ബാഡ്ജ് നമ്പർ പറഞ്ഞു. പിന്നെ ഡൽഹിയിൽ നിന്ന് കംബോഡിയയിലേക്കാണ് കൊറിയർ ബുക്ക് ചെയ്തിട്ടുള്ളത്. DHLൻ്റെ കൊറിയറാണ്. പിന്നെ കൊറിയർ ട്രാക്കിംഗ് നമ്പർ, അതായത് നമ്മളൊരു കൊറിയർ അയക്കുമ്പോൾ അതിനൊരു ട്രാക്കിംഗ് നമ്പർ ഉണ്ടാവും, ഡോക്യുമെൻ്റ് നമ്പർ, അത് പറഞ്ഞു തന്ന്. പിന്നെ ടെർമിനൽ 3യിലാണ് ഈ ആള് ഉദ്യോഗസ്ഥനുള്ളത്. പിന്നെ ഓഫീസ് നമ്പർ 112 അതും പറഞ്ഞു തന്ന്. പിന്നെ
ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇത് നിങ്ങളാണോ അയച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനറിയില്ല, ഞാൻ കേരളത്തിലാണ്. പിന്നെ നിങ്ങൾ പുറത്ത് യാത്ര ചെയ്യുമ്പോൾ ആധാർ കാർഡ് ഉപയോഗിച്ച് ഹോട്ടൽ ബുക്കിങ്ങോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ആധാർ കാർഡിൻ്റെ കോപ്പി കൊടുക്കാറുണ്ടോ ചോദിച്ചു. ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഡൽഹിയിൽ വന്ന് താമസിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ മുംബൈ, ബാംഗ്ലൂർ, ചെന്നൈ ഒക്കെ ഞാൻ താമസിച്ചിട്ടുണ്ട്. അവിടെ ചില സ്ഥലത്തൊക്കെ ആധാർ കൊടുത്തിട്ടുണ്ടായിരിക്കും, അത് ശരിയാണ്. എന്നാൽ നിങ്ങൾ ഇത് അയച്ചിട്ടില്ല എന്നുള്ളത് ഉറപ്പാണോ ചോദിച്ചു. ഉറപ്പാണ് പറഞ്ഞത്. എന്നാൽ ഈ കൊറിയറിൽ അടങ്ങിയ കാര്യങ്ങളും കൂടി നിങ്ങൾ നോട്ട് ചെയ്യണം എന്നുണ്ട്. അങ്ങനെ ഞാനത് നോട്ട് ചെയ്യാൻ തുടങ്ങി. അവർ പറഞ്ഞു ഡൽഹി ടു കംബോഡിയ അയച്ച സാധനങ്ങൾ 5 ബാങ്ക് ക്രെഡിറ്റ് കാർഡ്, 5 ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ്, പിന്നെ 7 ഇന്ത്യൻ പാസ്പോർട്ടുകൾ, പിന്നെ 6 കിലോ ക്ലോത്ത് ഡ്രസ്സുകൾ, പിന്നെ 170 ഗ്രാം MDMA. അപ്പോൾ ഞാൻ ഇതൊക്കെ ഇങ്ങനെ എഴുതുന്നുണ്ട്. 170 ഗ്രാം MDMA, 170 ഗ്രാം MDMA എന്ന് പറഞ്ഞപ്പോൾ ആൾ എന്നോട് ചോദിച്ചു എനിക്ക് MDMA എന്താണെന്ന് അറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പിന്നെ ബാൻ ചെയ്ത ഡ്രഗ്സ് ആണെന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്താ നിങ്ങൾക്കൊരു ഗൗരവമില്ലാത്ത, ഈ കേസിൻ്റെ സീരിയസ്നെസ് ഒക്കെ അറിയില്ല എന്നൊക്കെ ചോദിച്ചു. ഇംഗ്ലീഷിലാണ് സംസാരിക്കണേ. ആദ്യം ഹിന്ദിയിലായിരുന്നു. അപ്പോൾ ഞാൻ ഹിന്ദി വലിയ കംഫർട്ടബിൾ അല്ല എന്ന് പറഞ്ഞപ്പോൾ ഇംഗ്ലീഷിൽ അവർ സംസാരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ 45,000 രൂപ ഇന്ത്യൻ മണി. ഇത്രയും കാര്യങ്ങളാണ് ഈ പാർസലിൽ അടങ്ങിയിട്ടുള്ളത്. ഇത് നിങ്ങളുടെ എല്ലാന്ന് നിങ്ങൾക്ക് ഉറപ്പാണ്, നിങ്ങളെ ബിലോങ്ങിങ്സ് എല്ലാന്ന് ഉറപ്പല്ലേ വെച്ച്. ഉറപ്പാണ്, ഞാൻ കേരളത്തിലാണുള്ളത്. ഞാൻ ഈ ഡേറ്റിൽ ഡൽഹിയിൽ വന്നിട്ടുമില്ല, ഇതാക്കിയിട്ടുമില്ല. എൻ്റെ ആധാർ ഉപയോഗിച്ച് മറ്റാരോ ചെയ്തതായിരിക്കും എന്ന് ഞാനും പറഞ്ഞു. എനിക്ക് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഫസ്റ്റാണ്. അങ്ങനെ അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ നിങ്ങൾക്ക് ഇത് പരാതിയുമായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങളെ ഭാഗം നിങ്ങൾ ചെയ്തതല്ല, മിസ്യൂസ് ഓഫ് ആധാർ കാർഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കിത് പരാതി കൊടുക്കാം. നിങ്ങളെ ഈ കോള് ഞാൻ ക്രൈം ബ്രാഞ്ചിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് പറയുക, എൻ്റെ ബാഡ്ജ് ഐഡിയും പേരൊക്കെ പറഞ്ഞിട്ട് ഈ കാര്യങ്ങളും പറയുക. അപ്പോൾ അവർ നിങ്ങളെ ഗൈഡ് ചെയ്യും എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അവർ പറഞ്ഞിരുന്നു. അങ്ങനെ ഓക്കെ എന്നും പറഞ്ഞിട്ട് ആ കാൾ അങ്ങനെ ഡൈവേർട്ടായി. കുറേ നമ്മൾ സാധാരണ ഒരു കോൾ സെൻറ്റർക്ക് വിളിക്കുന്നത് എങ്ങനെ അതേപോലെ ആ കാൾ ഡൈവേർട്ടായി വേറൊരു പുള്ളി കോൾ എടുത്തു. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ കേരളത്തിൽ നിന്നാണ് വിളിക്കുന്നത്, പിന്നെ എൻ്റെ ആധാർ ഉപയോഗിച്ച് ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ആ ആളെ ബാഡ്ജ് നമ്പറും കാര്യങ്ങളും അതിൽ അടങ്ങിയ കണ്ടൻറ്റുകളും അപ്പോഴും ഞാൻ 170 ഗ്രാം MDMA ഉണ്ട് അതിൽ എന്ന് പറഞ്ഞപ്പോൾ അയാൾ വീണ്ടും ചോദിക്കുക എനിക്ക് MDMA എന്താ അറിയുമോ, ഇതിൻ്റെ സീരിയസ്നെസ് എന്താണെന്നൊക്കെ അറിയാം ഇങ്ങനെ. പക്ഷെ ഞാനല്ല ചെയ്തത്, ഞാൻ കേരളത്തിലാണ്, എൻ്റെ സംബടി മിസ്യൂസ്ഡുമായി ആധാർ കാർഡ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ പറഞ്ഞു. അങ്ങനെ ഒക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ അവർ പറഞ്ഞ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പരാതി നമുക്ക് ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരാതി നൽകാമെന്ന് പറഞ്ഞു. അതായത് നിങ്ങളെ ആധാർ കാർഡ് ആരോ പിന്നെ മിസ്യൂസ് ചെയ്തു എന്നുള്ളത് ക്രൈം ബ്രാഞ്ചിനെ ഒരു വീഡിയോ പരാതി മുഖേന അറിയിക്കുക എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾക്ക് വാട്സപ്പ് ഉണ്ടോ, ഈ നമ്പറിൽ വാട്സപ്പ് അല്ലേ എന്ന് ചോദിച്ചു. വാട്സപ്പ് ഉണ്ട് പറഞ്ഞു. അങ്ങനെ ആ വാട്സപ്പ് ആ കോൾ അതോടുകൂടി കട്ടാക്കുകയും പിന്നെ വാട്സപ്പിൽ വീഡിയോ കോൾ വന്നു. വീഡിയോ കോൾ വന്നപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് നിർത്തിയല്ലേ, ഫസ്റ്റ് തന്നെ ഞാൻ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ബാക്ക്ഗ്രൗണ്ടിൽ ക്രൈം ബ്രാഞ്ച് ഡൽഹി എന്നൊക്കെ പറഞ്ഞ് ഒരു ഇതും വെച്ചിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ചു. അപ്പോൾ ഞങ്ങളെല്ലാവരും വണ്ടിയിലുണ്ട്. അപ്പോൾ ഇവരൊക്കെ കണ്ടപ്പോൾ അവർ പറഞ്ഞു ഇത് സീക്രട്ട് കേസാണ്, ആരും പാടില്ല, എല്ലാവരും ഗോ ഔട്ട്. അവരൊക്കെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞാൻ ആ വണ്ടിയിലിരുന്ന് പിന്നെ എൻ്റെ വീട്ടിലത്തെ കാര്യങ്ങൾ, ആരൊക്കെയുണ്ട് വീട്ടിൽ, എന്താ ചെയ്യുന്നത്, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. അങ്ങനെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. പിന്നെ ഇതിൻ്റെ ഈ കേസിൻ്റെ പിന്നെ സീരിയസ്നെസ് മനസ്സിലായി, അറിയുമോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു അറിയും, പക്ഷേ ഞാനല്ല ചെയ്തത്, എൻ്റെ ആധാർ ഉപയോഗിച്ച് ഞാനിപ്പോൾ പല സ്ഥലത്തും യാത്ര ചെയ്യുന്നതാണ്. അവരിങ്ങോട്ട് തന്നെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടോ, ആധാർ എവിടെയും പ്രൂഫായിട്ട് കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ നല്ല രീതിയിലാണ് അവർ സംസാരിച്ച് പോരുന്നത്. അങ്ങനെ ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട്, റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ ആധാറൊക്കെ പ്രൂഫായിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കുറേ മുന്നെയാണ്. പക്ഷേ റീസെൻ്റായിട്ട് ഞാൻ താമസിച്ചിടത്തൊക്കെ ഞാൻ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസാണ് പ്രൂഫായിട്ട് നൽകാറുള്ളത്. ഇങ്ങനെ ഒരു വിഷയം നടക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ അറിയുന്നത് കൊണ്ട് പിന്നെ ഞാൻ ആധാർ ഉപയോഗിച്ചിട്ടില്ല. കുറേ മുന്നെയാണ് ആധാർ ഉപയോഗിച്ച് റൂമുകളൊക്കെ ബുക്ക് ചെയ്തിട്ടുള്ളതെന്നാണ് ഞാൻ പറഞ്ഞത്.
അങ്ങനെ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ ഈ വീഡിയോ കോള് ഒരു ആദ്യത്തെ ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ 20 സെക്കൻഡാണ് അവരെ വീഡിയോ എനിക്ക് കിട്ടിയത്. സെക്യൂരിറ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെ വീഡിയോ ഇവിടുന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അവൻ ആദ്യം ഒരു പോലീസുകാരൻ്റെ ഒരു യൂണിഫോം ഇട്ട ഉദ്യോഗസ്ഥൻ്റെ ഇത് കാണിച്ചെന്ന്, പിന്നെ ഒരു 10 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അയാൾ ദൃശ്യം പോയി, പിന്നെ ഓഡിയോ മാത്രമാണ്. പിന്നെ അയാൾ എന്നെ മുന്നിൽ വീഡിയോയിൽ വന്ന ആൾ എന്നോട് സംസാരിക്കുന്നുണ്ട്, പക്ഷെ എൻ്റെ വീഡിയോ അവർക്ക് കിട്ടുന്നുണ്ട്. എൻ്റെ വീഡിയോ വേണമെന്നും പറഞ്ഞു. അവർ സെക്യൂരിറ്റിൻ്റെ പ്രശ്നം കൊണ്ട് വീഡിയോ ഓഫ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ വീഡിയോ കോൾ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ കേസിൻ്റെ പൂർണ്ണ ചുമതല നവീൻ സാറിനാണെന്ന് പറഞ്ഞിട്ട് സാർ ഇവിടെ ഉണ്ട്, സാറിനായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ കോള് ഈ നവീൻ എന്ന് പറയപ്പെടുന്ന ആൾക്ക് കോള് കൊടുത്തു. അങ്ങനെ ഈ പുള്ളിയായിട്ട് സംസാരിച്ചു. പുള്ളി ഒരുപാട് കുറച്ചും കൂടി ഗൗരവത്തിൽ ഈ കേസിനെ കുറിച്ച് അറിയോ, പിന്നെ നിങ്ങൾ ഇത് ആധാർ കാർഡ് ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണ്ടേ, ആക്ച്വലി നിങ്ങളുടെ പേരിൽ ഇന്ത്യയിൽ പിന്നെ പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ഡൽഹി, പിന്നെ ചെന്നൈ ഇവിടൊക്കെ നിങ്ങളെ ആധാർ നമ്പർ വെച്ച് ഒരുപാട് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. അതിലൊക്കെ ഇല്ലീഗൽ മണിയാണ് ഉള്ളത്. അങ്ങനെ പിന്നെ നിങ്ങൾക്ക് പിന്നെ സഞ്ജയ് പട്ടേലിനെ എങ്ങനെയാണ് പരിചയം എന്നൊക്കെ ചോദിച്ച് എന്നെങ്ങനെ പേടിപ്പിച്ച് തുടങ്ങി. നിങ്ങൾക്കറിയോ സംഗതി കുറ്റം എന്താണെന്നുള്ള അറിയോ, നിങ്ങൾ ഒരുപാട് പൈസ നിങ്ങളെ അക്കൗണ്ടിൽ നിന്ന് ഒരുപാട് പൈസ പിന്നെ അതായത് ബ്ലാക്ക് മണി പിന്നെ വൈറ്റ് ആക്കുന്ന പ്രോസസ്സ്, അതായത് മണി ലോണ്ടറി എന്ന് പറഞ്ഞ ഒരു കുറ്റാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. അതിന് നിങ്ങൾ കൂട്ടുനിന്നായിട്ടാണ് നിങ്ങൾക്കെതിരെയുള്ള തെളിവുകളൊക്കെ. പക്ഷേ അത് നിങ്ങളല്ലാന്ന് നിങ്ങൾ സത്യസന്ധമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ നിയമത്തിൻ്റെ മുന്നിൽ നിങ്ങൾ ഇങ്ങനെയാണ് ഉള്ളത്. എങ്ങനെ നിങ്ങൾക്ക് ഈ പിന്നെ സഞ്ജയ് പാണ്ഡ്യനെ നിങ്ങൾക്ക് അറിയും, അല്ല സഞ്ജയ് പട്ടേലിനെ നിങ്ങളെ അറിയും? ഞാൻ പറഞ്ഞു എനിക്കൊരു പരിചയമില്ല, ഞാൻ ആ പേര് തന്നെ ആദ്യമായിട്ട് കേൾക്കണമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അയാൾ വീണ്ടും പിന്നെ സ്വരം മാറ്റിയൊക്കെ ചോദിച്ചൽ തുടങ്ങി. അങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ചോദിച്ചു. ഞാൻ അതിനനുസരിച്ചുള്ള മറുപടികളൊക്കെ പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ പിന്നെ ഒരുപാട് നേരം അങ്ങനെ അയാൾ ഓരോ കാര്യങ്ങൾ ചോദിച്ച് നമ്മളെ ഉള്ളിൽ ഇങ്ങോട്ട് എടുക്കാൻ വേണ്ടി ഒരുപാട് നേരം സംസാരിച്ചു. ആ സമയമൊക്കെ ഇവർ വണ്ടിൻ്റെ പുറത്ത് നിൽക്കുക, ഞാൻ ഇതേ വണ്ടിയിൽ തന്നെ ഇതുപോലെ സംസാരിക്കുന്ന പോലെ ഇങ്ങനെ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ പിന്നെ ഒരു അടുത്തുള്ള കടയിൽ പോയി ചായയൊക്കെ കുടിച്ച് വന്നിട്ട് എൻ്റെ സംസാരം തീർന്നിട്ടില്ല. അങ്ങനെ അടുത്തുള്ള കടക്കാരൊക്കെ ഇതെന്താ സംഭവിച്ചിട്ട് നോക്കൽ തുടങ്ങി. അങ്ങനെ ഇവർ എന്ത് ചെയ്ത് പിന്നെ അപ്പോൾ ശരി നിങ്ങളല്ല അത് ചെയ്ത് കാരണം നമുക്ക് ഇതിൻ്റെ പ്രൊസീജിയറിലേക്ക് നീങ്ങാം, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ എനിക്കൊരു ഇത് അയച്ചു തന്നു, ഒരു കോൺഫിഡൻഷ്യൽ ലെറ്റർ എന്ന് പറഞ്ഞിട്ട്. ഇവർ വിളിച്ച നമ്പർ ഇവിടെ ഉണ്ട്, ഈ നമ്പറിലാണ് അവർ വിളിച്ചത്. 95 54 103800. ഇതിൽ കാണിക്കുന്നുണ്ട് ഡൽഹി ക്രൈം ബ്രാഞ്ച്. പിന്നെ അതിൻ്റെ പ്രൊഫൈൽ പിക്കൊക്കെ നമ്മൾ ആ സത്യമേവ ചെയ്ത് എന്നുള്ള അതൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പം വാട്സപ്പ് അവരത് ബ്ലോക്ക് ചെയ്താണ്, അത് ബ്ലോക്ക് ചെയ്ത് ഇടാൻ പറഞ്ഞുകൊണ്ട് ബ്ലോക്ക് ചെയ്താണ്. അങ്ങനെ ഇവർ ഫസ്റ്റ് എനിക്ക് വീഡിയോ കോളിൽ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു അൻവർ സാദിഖ് പരുത്തിക്കുന്നൻ എൻ്റെ പിന്നെ ആധാർ നമ്പറും മണി ലോണ്ടറിങ്ങും ഹ്യൂമൻ ട്രാഫിക്കിങ്ങും അങ്ങനെ പറഞ്ഞ ഒരുപാട് ഡീറ്റെയിൽസ്. ഈ ഒരു നോട്ടീസ് കാണുമ്പോൾ ഇതണ്ട ഒരു ഇന്ത്യ ഗവൺമെൻറ് അടിച്ചിറക്കി അതേപോലെയുള്ള ഒരു നോട്ടീസ് നമുക്ക് വിട്ടുതന്നു. അപ്പോൾ പിന്നെ ഇത് നീ ഉറക്കെ വായിക്കണം എന്ന് പറഞ്ഞു. ഞാനിതിങ്ങനെ വായിച്ചു നോക്കുമ്പോൾ ഇത് എന്താ മാറ്റർ എന്നുള്ള അറിയണ്ടേ. അപ്പോൾ ഞാനിത് പിന്നെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ വായിച്ചാൽ അവർ ഉറക്കനെ വായിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്കിത് മനസ്സിലാക്കിയിട്ടേ വായിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒന്നാമത് അവർ കുറച്ച് കമ്മ്യൂണിക്കേഷനും ഞാനും അവരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കുറച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ്, അതായത് ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ അവർക്കും മനസ്സിലാകുന്നില്ല, അവർ പറയുന്ന ചില കാര്യങ്ങൾ എനിക്കും മനസ്സിലാകാത്ത ഘട്ടം വന്നപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നമുണ്ട്, ഞാൻ പറയുന്നത് നിങ്ങൾ വേറെ രീതിയിലാണ് മനസ്സിലാക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് നിങ്ങൾക്ക് ലോക്കൽ ലാംഗ്വേജ് നിങ്ങളുടെ എവിടെയാണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു കേരളമാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഒരു മിനിറ്റ് നിങ്ങളെ നാട്ടിലുള്ള ഒരു കേരള ഗെയ് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു മലയാളി മാത്യു എന്ന് പറയുന്ന മലയാളിയായി എന്നോട് സംസാരിക്കുക. അദ്ദേഹത്തിൻ്റെ വീഡിയോ ഈ നവീൻ എന്ന് പറഞ്ഞ ആളെ വീഡിയോ ഒന്നുമില്ല,
പിന്നെ വീഡിയോ കോൾ തന്നെ അവിടെ നിന്നുള്ള വീഡിയോ കട്ട് ചെയ്തിട്ടുള്ള വീഡിയോ കോളാണ് വരുന്നത്. എൻ്റെ വീഡിയോ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ മലയാളി എന്ന് പറഞ്ഞാൽ മാത്യു എന്ന് പറയപ്പെടുന്ന ആളെ എന്നെ വിളിച്ച് അൻവർ വളരെ സൗമ്യമായിട്ട് ഒരു ഉദ്യോഗസ്ഥൻ എങ്ങനെ നമ്മളോട് സംസാരിക്കുന്നു അതേപോലെ നിങ്ങൾക്ക് ആക്ച്വലി കേസിനെ കുറിച്ച് മനസ്സിലായോ? ഞാൻ മനസ്സിലായി. പിന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പിന്നെ ഡൽഹി CM അരവിന്ദ് കെജ്രിവാൾ പിന്നെ ഒരു യൂട്യൂബറെ പേരൊക്കെ പറഞ്ഞു, അവരൊക്കെ പെട്ട കേസാണിത്. നമ്മളെ കേരളത്തിൽ ഇങ്ങനത്തെ കേസുകൾ ആരും പെട്ടിട്ടില്ല. പക്ഷെ നിങ്ങളെ കേസ് ഇങ്ങനെ വന്നത് വളരെ പിന്നെ ഞാൻ അത്ഭുതപ്പെട്ടു പോയി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിങ്ങൾ റൂം എടുക്കുമ്പോൾ ശ്രദ്ധിക്കണ്ടേ, ഇങ്ങനെ ഇത്തരം കാര്യത്തിലൊന്നും ആധാർ കാർഡ് അങ്ങനെ ഉപയോഗിക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര പോളിഷ് ചെയ്ത് നമ്മളെ സോപ്പ് ഇട്ടിട്ട് അങ്ങനെ സംസാരിക്കുക, ഞങ്ങളെ മാക്സിമം സഹായിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നോട് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ സ്മൂത്തായിട്ട് ചോദിച്ചറിഞ്ഞു. തന്നെ മലയാളത്തിൽ കൊല്ലത്തുകാരനാണ് എന്നാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ ചോദിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് അങ്ങനെ എന്നോട് പറഞ്ഞു, ഈ സാറ് പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായി. അങ്ങനെ ഇങ്ങനെ കേസാണ് ഇത്. ഒന്നും നിങ്ങളായി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഇതുകൊണ്ടോ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ ഈ ഒരു വീഡിയോ പിന്നെ പരാതി പിന്നെ കൊടുക്കണം. ഈ വീഡിയോ പരാതി അതേപോലെ നിങ്ങളെ ബാങ്ക് ട്രാൻസാക്ഷൻ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരാളടുത്തുനിന്നും പാരിതോഷികമായിട്ടോ അല്ലെങ്കിൽ പിന്നെ കമ്മീഷനായിട്ടോ ഒന്നും പൈസ സ്വീകരിച്ചിട്ടില്ല എന്നുള്ള ഒരു തെളിവും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ വെറുതെ വിടും. ഇത് ഒരുപാട് ആൾക്ക് ഇങ്ങനെ ഇത് വരുന്നതാണ്, മിസ്യൂസ് ഓഫ് ആധാർ കാർഡിൻ്റെ രീതിയിൽ ഇങ്ങനത്തെ കേസുകൾ വരാറുണ്ട്. പക്ഷെ മലയാളികൾക്ക് കുറവാണ്. കേരളത്തിൽ നിന്ന് ഇങ്ങനത്തെ കേസുകൾ കുറവാണെന്നൊക്കെ എന്നോട് പറഞ്ഞു. അതല്ല, ഇതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെക്ക് അറസ്റ്റ് വാറണ്ട് ഉണ്ടാവും, നിങ്ങളെ സ്വത്തുകൾ കണ്ടെത്തും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ചെറുതായിട്ട് ഇയാൾ പേടിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ സംസാരത്തിൻ്റെ ഇടയിൽ എൻ്റെ വാട്സപ്പിലേക്ക് വീണ്ടും അവരൊരു ഇതിട്ടു. അതായത് എൻ്റെ സ്വത്ത് കെട്ടാനുള്ള സുപ്രീം കോടതിയുടെ ഒരു ഓർഡർ ഇതാ ഈ കാണുന്ന രൂപത്തിൽ ഉണ്ടാ, സീല് പിന്നെ അതേപോലെ സിഗ്നേച്ചർ ഒക്കെ ഒറിജിനൽ നമ്മളെ സത്യമേവ ജയതേ കണ്ട. ഇതൊക്കെ ഒരു സാധാരണ ഒരാൾ കണ്ടാൽ ചിലപ്പം ബോധം വരെ പോകും. കാരണം അത്രയും കാര്യങ്ങൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഡേറ്റ് വരെ ഇട്ടിട്ടെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ ഇത് വീഡിയോയിൽ ഇങ്ങനെ പറയണു. ഞാനിത് അയക്കുമ്പോൾ ഇങ്ങനെ നോക്കി, ഞാൻ ശരിക്കും ഇങ്ങനെ സൂം ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് എവിടേക്കോ ഒരു പൊരുത്തക്കേട് തോന്നി. ഒന്നാമത് ഈ സീല്, ഞാനൊരു ഫോട്ടോഷോപ്പും ഗ്രാഫിക് ഡിസൈനിങ്ങും ഒക്കെ പഠിച്ച ആളാണ്. ഈ സീല് കണ്ട അത് സ്കാൻ ചെയ്ത് വെച്ചതാണ്. അതിനൊരു ഒറിജിനാലിറ്റി എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ ആധാർ കാർഡിലുള്ള പേര് അതേപോലെ ടൈപ്പ് ചെയ്യുന്ന കാര്യത്തിൽ അവർ തോറ്റുപോയി. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. എൻ്റെ ആധാർ കാർഡിലെ പേര് ഒരു എച്ച് ഇതിൽ കുറവാണ്. പിന്നെ ഇവിടെ ഈ 2 അഡ്രസ്സ് എഴുതിയപ്പോൾ ഫോട്ടോഷോപ്പിൽ ആ പാച്ച് ടൂൾ ഉപയോഗിച്ചതായിട്ട് കണ്ട ആ 2 അഡ്രസ്സ് എഴുതി അവിടെ അങ്ങനെ എന്തോ ഒരു മിസ്റ്റേക്ക്, അതായത് ഒരു തിരുത്തലുകൾ നടത്തിയതുപോലെ എനിക്ക് വീണ്ടും ഇങ്ങനെ സൂം ചെയ്യുമ്പോൾ തോന്നുന്നു. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് സംശയങ്ങളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ വീണ്ടും ഞാൻ അവരോട് സംശയങ്ങൾ തുടങ്ങി. അങ്ങനെ സമയം ഇങ്ങനെ ഒരു 1.5-2 മണിക്കൂറൊക്കെ ആയില്ലേ, ടോട്ടൽ 3 മണിക്കൂറോളം ഞാൻ വണ്ടിയിൽ ഇങ്ങനെ AC ഇട്ട് ഇരിക്കുക, ഇവർ പുറത്തിരിക്കുക, ചുറ്റുമുള്ള ആളുകൾ എന്താ സംഭവം എന്നറിയാതെ അവിടെ നിൽക്കുന്നത് കണ്ടിട്ട് ഇവർക്ക് ചെയറൊക്കെ ഇട്ട് കൊടുത്ത് വീണ്ടും അദ്ദേഹം എനിക്കൊരു അറസ്റ്റ് വാറണ്ടും കൂടിയും പുറപ്പെടുവിച്ചു. ഇത് കണ്ട അറസ്റ്റ് വാറണ്ട് അൻവർ സാദിഖ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ സെക്ഷൻ 359, 360, 364A, 370, 390, 411, 413 and 414 എത്രയും സെക്ഷന് ഇട്ടിട്ട് എനിക്കൊരു അറസ്റ്റ് വാറണ്ട്, അതും സുപ്രീം കോടതിയുടെ. അതിലും സീല് വ്യാജനായിട്ട് തോന്നും. ഇത് കണ്ട, പിന്നെ സ്കാൻ ചെയ്ത് വെച്ച സീല്. ഇതൊക്കെ സ്പോട്ടിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വിടുകയാണ്. അവിടെയും എൻ്റെ പേര് ടൈപ്പ് ചെയ്യണോടത്ത് അവർക്ക് പാളിച്ച പറ്റി, ഒരു സ്പെല്ലിങ് വിട്ടിട്ടുണ്ട്. അതൊക്കെ ഞാൻ നോട്ട് ചെയ്തു. പക്ഷേ ഞാൻ ഇവിടെ ഏതറ്റം വരെ അവർ പോകും, എന്താണ് ഇവരുടെ ഉദ്ദേശം എന്നൊന്നും അപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ പിന്നെ ഈ മലയാളി എന്നോട് പറഞ്ഞു, സാദിഖ്, അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം, നിങ്ങൾക്ക് ഈ കേസ് ഇപ്പം തന്നെ ഊരാം. പിന്നെ നിങ്ങളെ ആധാർ കാർഡ്, പിന്നെ ഈ കേസ് കഴിയുന്നതോടുകൂടി ഇതിൻ്റെ ഒരു വീഡിയോ ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരും, FIRൻ്റെ കോപ്പി അയച്ചു തരും.
മാത്രമല്ല ഇവിടുന്ന് RBIൻ്റെ അടുത്തു നിന്നും ഒരു മെസ്സേജ് ആധാർ വിഭാഗത്തിലേക്ക് പോകും. അവിടെ എത്തുന്നതോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ആധാറിൻ്റെ നമ്പർ മാറ്റിയിട്ട് പുതിയ ആധാർ കിട്ടും. പിന്നെ ആ ആധാർ ഉപയോഗിച്ചാൽ മതി. ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ആ പോലീസുകാർ വിളിക്കുന്ന ഇടയിലൊക്കെ നമ്മളെ സംശയം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവർ വയർലെസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന അൻവർ സാദിഖ് ഇന്ന ആധാർ നമ്പർ ട്രാൻസ്ഫർ ടു പിന്നെ സംശയാസ്പദമായ ഇതിലേക്ക് മാറ്റുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓവർ എന്നൊക്കെ പറഞ്ഞ ആ വോയിസ് ഒക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. അതൊക്കെ നമ്മളെ അവർ പക്ക ജെന്യുയിൻ ആണെന്ന് പിന്നെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരതൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ ഒന്നും എനിക്ക് സംശയം വന്നില്ല. എനിക്ക് ഇവർ തന്ന ഈ ഇതിലുണ്ടല്ലോ പിന്നെ നോട്ടീസുകൾ, അതേമാതിരി സുപ്രീം കോടതിൻ്റെ ഈ അറസ്റ്റ് വാറണ്ട്, അതിലൊക്കെ സംശയം വന്ന് പിന്നെ പറഞ്ഞ് സാധിക്കും ഇതിന് ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം ഈ പിന്നെ സഞ്ജയ് പട്ടേൽ എന്ന് പറഞ്ഞ ആളാണ് പിന്നെ ഇങ്ങനെ കുറ്റം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഈ 22 ദിവസം മുന്നേ അറസ്റ്റ് ആയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ ഇപ്പോഴും വർക്കിംഗ് ആണ്. ആരൊക്കെയോ പൈസ വലിക്കുന്നുണ്ട്, ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്, ട്രാൻസ്ഫർ ആകുന്നുണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. അതിൽ കുറേ ബാങ്ക് അക്കൗണ്ടുകൾ എൻ്റെ ആധാർ മുഖേനയാണ്. അപ്പോൾ നിങ്ങളെ അക്കൗണ്ടിലേക്ക്, അതായത് ഞാൻ ഉപയോഗിച്ചു കൊണ്ടിരുന്ന അക്കൗണ്ടിലേക്ക് ഈ സഞ്ജയ് പട്ടേലിൻ്റെ അക്കൗണ്ടുമായിട്ട് എന്തെങ്കിലും ബന്ധത്തിൽ ട്രാൻസാക്ഷൻ ഉണ്ടോ എന്നറിയാൻ നിങ്ങളുടെ അക്കൗണ്ട് വേരിഫിക്കേഷൻ വിടണം. ഈ വേരിഫിക്കേഷൻ കഴിയുന്നതോടുകൂടി നിങ്ങൾ ഈ കേസിൽ നിന്ന് പിന്നെ പൂർണ്ണമായിട്ട് ഒഴിവാകും. നിങ്ങൾക്ക് NOC കിട്ടും. ഈ NOC കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു. അങ്ങനെ എന്നാൽ റെഡിയാണോ ചോദിച്ചു. റെഡിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പോഴൊക്കെ ഏകദേശം 2 മണിക്കൂറായി. പിന്നെ റെഡിയാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവർ എന്നാൽ RBI പെർമിഷൻ എടുക്കണം എന്ന് പറഞ്ഞു. ഒക്കെ എടുത്തോളൂ പറഞ്ഞു. അങ്ങനെ അവർ ഒരു 2-3 മിനിറ്റ് പെർമിഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒക്കെ ഈ നോട്ടീസ് അവർ ടൈപ്പ് ചെയ്യാണ്. ഇപ്പോൾ RBIൻ്റെ പെർമിഷൻ അവർ ടൈപ്പ് ചെയ്യാണ്. പെർമിഷൻ എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ ടൈപ്പ് ചെയ്തിട്ട് അവിടെ എന്നെ എഡിറ്റ് ചെയ്തിട്ട് എൻ്റെ പേരും കാര്യങ്ങളൊക്കെ അടിച്ച് ആധാർ നമ്പറൊക്കെ അടിച്ച് പിന്നെ എൻ്റെ അക്കൗണ്ടിൽ എത്ര ഉണ്ട് എന്നുള്ളതൊക്കെ അവർ ചോദിച്ചറിഞ്ഞു. ഞാനൊരു ഏകദേശ കണക്ക് പറഞ്ഞു കൊടുത്ത് ആ കണക്ക് വരെ അവർ ഇതിലടിച്ച് ഞാൻ പറഞ്ഞു കൊടുത്ത്. പക്ഷേ എൻ്റെ ബാങ്ക് ബാലൻസ് ഇതിലുള്ളതല്ല. അതൊക്കെ അടിച്ചിട്ട് പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് രാജേഷ് കുമാർ കമ്മീഷണർ, അതേപോലെ എന്നെ വിളിച്ച ജോർജ് മാത്യു IPS, പിന്നെ നവീൻ, അങ്ങനെ എല്ലാം നമുക്ക് ഒരു സംശയം ഇല്ലാത്ത രൂപത്തിൽ നമുക്ക് നോട്ടീസ് വിട്ടെന്ന്. അതിലും ഈ സീലും പിന്നെ എൻ്റെ പേര് തെറ്റിച്ചടിച്ചതും ഈ പിന്നെ ഞായറാഴ്ചക്കത്തെ ഓഫീസ് ഡേറ്റ് ഒക്കെ കണ്ടിട്ട് എനിക്ക് ചെറിയ രീതിയിലൊക്കെ സംശയം തുടങ്ങി. അങ്ങനെ ഞാൻ ഈ മലയാളിയാണ് ഇതുവരെ എന്നോട് സംസാരിച്ചത്. അങ്ങനെ മലയാളിനോട് ചോദിച്ചു പിന്നെ ഇതെങ്ങനെയാണ് പ്രൊസീജിയർ, എൻ്റെ അക്കൗണ്ട് എങ്ങനെയാണ് പിന്നെ വെരിഫിക്കേഷൻ ചെയ്യാമെന്ന് ഞാൻ ചോദിച്ചു. എൻ്റെ അക്കൗണ്ട് വെരിഫിക്കേഷൻ ചെയ്യാൻ എൻ്റെ അക്കൗണ്ട് ഫ്രീസ് ആക്കല്ലേ ചെയ്യാൻ വെച്ച്. ഫ്രീസ് ആക്കുകയാണെങ്കിൽ ഫ്രീസ് ആക്കാമെന്ന് പറഞ്ഞു. അതല്ല എന്നോട് പറയാം, അതല്ല വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ സഞ്ജയ് പട്ടേൽ എന്നുള്ള ആളുടെ അക്കൗണ്ടും നിങ്ങളെ അക്കൗണ്ടും തമ്മിൽ എന്തെങ്കിലും സാമ്യത അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ട്രാൻസാക്ഷൻ പിന്നെ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യലാണ്. അത് ഓട്ടോമാറ്റിക് സിസ്റ്റം ആണിത് ചെക്ക് ചെയ്യുന്നത്, നമ്മളെല്ലാവരും. അപ്പോൾ RBIന് പെർമിഷൻ എടുക്കട്ടെ വെച്ച് പെർമിഷൻ എടുത്തോളൂന്ന് ഞാനും പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രൊസീജിയർ എന്ന് വെച്ചാൽ, അപ്പോൾ അൻവർ ആദ്യം നിങ്ങളെ അക്കൗണ്ടിലെ പൈസ മൊത്തം ഈ സഞ്ജയ് പട്ടേലിൻ്റെ അക്കൗണ്ടിലേക്ക് പോയിട്ട് അത് വെരിഫൈ ചെയ്തിട്ട് പിന്നെ തിരിച്ച് നിങ്ങളെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കും. അത് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഏകദേശം ഇത് സ്കാം ആണെന്നുള്ള ഏകദേശമൊക്കെ മനസ്സിലായി. ഞാൻ പറഞ്ഞേ അങ്ങനെയാണോ ചോദിച്ചു. അതിന് ഞാൻ സമ്മതിക്കൂല പറഞ്ഞു. പിന്നെ ഞാൻ ഒരു ഡീറ്റെയിൽസും തരൂല, നിങ്ങൾ വേണമെങ്കിൽ വെരിഫൈ ചെയ്തോളൂ എന്ന് പറഞ്ഞു. പിന്നെ അൻവറിന് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല എന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. ഇങ്ങനെയാണ് കാര്യങ്ങൾ, നിങ്ങൾ പറഞ്ഞതല്ലേ, അത് എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാനിപ്പോൾ തയ്യാറല്ല. എന്തുകൊണ്ട് തയ്യാറല്ല വെച്ച് ഞാൻ പറഞ്ഞു, ഞാൻ ഓൾറെഡി 3 മണിക്കൂറായി നിങ്ങളുമായിട്ട് സഹകരിച്ച് വണ്ടിയിലിരിക്കുന്നത്. ഞാൻ ഓൺ ദ വേ ഒരു വൈക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 3 മണിക്കൂറായി. എൻ്റെ ഫ്രണ്ട്സ് ഔട്ട് സൈഡാണ്, മഴ വരുന്നുണ്ട്, എനിക്ക് പോകണം. ഈ വെരിഫിക്കേഷൻ തിങ്കളാഴ്ച രാവിലെ ആക്കാം, ഞാൻ ഇപ്പം തയ്യാറല്ല എന്ന് പറഞ്ഞു. അന്ന് ഞായറാഴ്ച ആയിരുന്നു. അങ്ങനെ അവർ ഒരു വിധത്തിലും, കാരണം അവരാ ലാസ്റ്റ് മൊമെന്റിലേക്ക് എത്തി. ഇവർ എഴുതി ചേർത്ത തിരക്കഥെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ക്ലൈമാക്സിലേക്ക് എത്താൻ നിൽക്കുമ്പോഴാണ്
ഞാൻ വിസമ്മതം അറിയിച്ചത്. അപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ മലയാളി പിന്നെ എന്താ പറയുക ഉപദേശം കഴിഞ്ഞ് മൂപ്പര് ഊഞ്ഞാലാട്ടിൽ തുടങ്ങി. മൂപ്പര് ഉപദേശവും ഊഞ്ഞാലാട്ടും കൂടി ഒന്നിച്ച് നടത്തുകയാണ്. ആദ്യം നമ്മളെ ശ്രദ്ധിക്കണ്ടേ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് പിന്നെ മൂപ്പര് ടോണ് മാറി. സാദിഖ് നിങ്ങൾ പറയുന്ന സാദിഖെന്നല്ല അൻവർ എന്നാണ് വിളിക്കുന്നത്, പേരിൻ്റെ ആദ്യത്തെ ഭാഗം അൻവർ, നിങ്ങൾ പറയുന്ന ഈ സമയം കൊണ്ട് ഇപ്പോൾ വെരിഫിക്കേഷൻ കഴിഞ്ഞേനെ, അങ്ങനെ ഒന്നും ഞാൻ സമ്മതിച്ചില്ല. പിന്നെ അയാൾ പറഞ്ഞ് ഒരു ഓപ്ഷൻ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ പകുതി ഇന്ന് പാർട്ടായിട്ട് ചെയ്യാം, പകുതി ഇന്ന് ചെയ്യാം വെരിഫിക്കേഷൻ, ബാക്കി പകുതി തിങ്കളാഴ്ച. അങ്ങനെയാണെങ്കിൽ ഒരു 50,000 വെരിഫിക്കേഷൻ ഇപ്പം ചെയ്യട്ടെ വെച്ച് അവന് പറ്റില്ല പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എനിക്ക് സാറിനായിട്ടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു പോലീസ് ഓഫീസർ, പുതിയ പോലീസ് ഓഫീസർ, അതായത് ഗൂഗിൾ എടുക്കുക പറഞ്ഞു എന്നോട്. ഞാൻ ഗൂഗിൾ എടുത്ത് അങ്ങനെ SK ജാനിയൽ എന്തോ ഒരു പേര് ഗൂഗിളിൽ ഒരു പോലീസ് ഓഫീസറുടെ പേര് അടിച്ചു നോക്കാൻ പറഞ്ഞു. ഞാൻ അടിച്ചപ്പോൾ ഒരു നല്ല ഒരു പോലീസ് ഓഫീസർ, വിക്കിപീഡിയ, അയാളെ വിക്കിപീഡിയ, ഡൽഹി മുന്നെന്തോ കമ്മീഷണറാണ്, ഈ ആളാണ് ഞാനെന്ന് പറഞ്ഞിട്ട് വീഡിയോയിൽ ഒരു പോലീസ്, തൊപ്പിയില്ല, ബാക്കി യൂണിഫോം ഉണ്ട്, പക്ഷേ നെയിം ബാഡ്ജ് ഇല്ല. പക്ഷെ എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വ്യക്തമായൊരു ഡൗട്ട് തോന്നി. വീഡിയോ കാണുമ്പോൾ നമ്മളുണ്ടല്ലോ ബാക്കിൽ ഗ്രീന് മാറ്റൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ, അയാളെ ഹെയറൊക്കെ വേറെ രൂപത്തിലും പിന്നെ ആ വീഡിയോ വരുന്നത് വേറെ രൂപത്തിലും. അയാൾ എന്നിട്ട് എന്നോട് ഷൗട്ട് ചെയ്യാം, നിങ്ങൾക്ക് സഞ്ജയ് പാട്ടീലിനെ അറിയില്ലേ, നിങ്ങൾ എന്തുകൊണ്ട് ഇതിന് തയ്യാറാവില്ല? ഞാൻ പറഞ്ഞു ഞാൻ കുറേ നേരമായി വണ്ടിയിലിരിക്കണം, മഴ വരണം, എനിക്ക് വീട്ടിൽ പോകണം, ഇത്രയും സമയം നിങ്ങൾക്ക് ചിലവഴിക്കാൻ പറ്റൂല. അങ്ങനെ അയാൾ മാക്സിമം എന്നെ ചീത്ത വിളിച്ച് ഇത് ഇപ്പോൾ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായിട്ടില്ല, നിങ്ങൾക്ക് അങ്ങനെ അറസ്റ്റ് ചെയ്യും, സ്വത്ത് കണ്ടെത്തും എന്നൊക്കെ പറഞ്ഞ് അയാൾ എന്നെ അങ്ങോട്ട് പേടിപ്പിച്ച് കുറേ പറഞ്ഞതിന് ശേഷം വീണ്ടും മലയാളീൻ്റെ മുഖം കാണിക്കണ മലയാളീൻ്റെ ഭാഗം വന്നപ്പോൾ വീണ്ടും വീഡിയോ ഓഫ് ചെയ്ത്. അങ്ങനെ മലയാളി മാത്യു എന്ന് പറയപ്പെടുന്ന വ്യക്തി എന്നോട് പറഞ്ഞു, സാദിഖ് അൻവർ ഇത്രയൊന്നും ഇതാവേണ്ട ആവശ്യമില്ല, നിങ്ങളിപ്പോൾ ഈ ചിലവഴിച്ച സമയം കൊണ്ട് അക്കൗണ്ട് വെരിഫിക്കേഷൻ കഴിഞ്ഞേനെന്ന് പറഞ്ഞു. ഞാൻ ഇപ്പോൾ ഒരിക്കലും തയ്യാറല്ല, തിങ്കളാഴ്ച രാവിലെ 10 മണിക്കാക്കാം, അതിനെന്താ പ്രശ്നം, ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാറിൻ്റെ അടുത്ത് വീണ്ടും ചോദിക്കുക. അങ്ങനെ വീണ്ടും ആ പോലീസ് ഓഫീസർ വീഡിയോയിൽ വന്നിട്ട് അങ്ങനെയാണെങ്കിൽ രാവിലെ വരെ നിങ്ങളെ ഞങ്ങൾ പിന്നെ വാച്ച് ചെയ്യും, നിങ്ങൾ ഒരിക്കലും ഈ ഫോണ് കട്ട് ചെയ്യരുത്, കുഴപ്പമില്ല ഞാൻ ഫോണ് കട്ട് ചെയ്യണില്ല അറിഞ്ഞ്. അങ്ങനെയാണെങ്കിൽ ഓക്കെ അറിഞ്ഞാണ്ട് പിന്നെ ഞാൻ വീഡിയോ ഓഫ് ചെയ്തിട്ട് ഈ വാട്സപ്പ് കോൾ അവിടെ അങ്ങനെ വെച്ചിട്ട് ഞാൻ ഇവരോട് പറഞ്ഞു വണ്ടി കയറടാ നമ്മൾ പോകാറുണ്ട്. അപ്പോൾ ഇവരൊക്കെ സത്യം പറഞ്ഞാൽ എന്നെക്കാളും കൂടുതൽ ഇവരൊക്കെ ഭയ നിൽക്കണേ. നിസാമുണ്ടല്ലേ, നിസാമൊക്കെ എല്ലാം പേടിച്ചിരിക്കണം. പിന്നെ മുസ്തഫ പേടിച്ചിരിക്കണ്, അതേമാതിരി നിയാസുണ്ട്. എന്താന്നുള്ള ഇവർക്കൊന്നും മനസ്സിലായി. ഇവര് എഴുതിയെടുക്കുമ്പോ MDMA അതൊക്കെ എഴുതിയെടുക്കുമ്പോ ഇവരുണ്ട്. പിന്നെ വീഡിയോയിൽ വന്നപ്പോഴാണ് ഇവരെ പുറത്താക്കിയത്. അപ്പൊ ഇവർക്ക് എന്താ, അതെ പോലീസിനെ ഇവര് ഫസ്റ്റ് വീഡിയോയിലൊന്നും കണ്ടിട്ട് ഇവരൊക്കെ ആകെ പേടിച്ച് പിന്നെ ഞങ്ങള് ആ ഫോണ് കട്ട് ചെയ്ത് ഞാൻ ഇവരോട് പറഞ്ഞു ആ ഫോണ് ലൈനിലുണ്ട്, നിങ്ങൾ സംസാരിക്കണ്ട എന്നൊക്കെ പറഞ്ഞാണ് ഫോണ് വണ്ടിന്റെ ഡാഷിന് അവിടെ വെച്ചാണ് ഞങ്ങൾ പോയി. പിന്നെ ഞാൻ കുറച്ച് ഓടിയതിന് ശേഷം പിന്നെ ഞങ്ങൾ അടുത്തുള്ള വേങ്ങര പെട്രോൾ പമ്പ് പോയിട്ട് ടോയ്ലറ്റിലൊക്കെ പോയി ഞങ്ങൾ എൻ്റെ ഫോണിനെ നെറ്റ് ഓഫാക്കിയിട്ട് ഞങ്ങൾ സംസാരിച്ച് പോകുന്നു. കോൾ കട്ട് ചെയ്തില്ല. അപ്പോൾ നെറ്റ് ഓഫാക്കി വീണ്ടും നെറ്റ് ഓണാക്കുമ്പോൾ ഈ മലയാളി എന്നെ വിളിക്കുന്നു. മലയാളി വിളിച്ചിട്ട് എന്താ സാദിഖ് കട്ട് ചെയ്യൽ, എന്താ അൻവർ കട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞു. ഞങ്ങൾ യാത്രയിലാണ്, റേഞ്ച് പോകുന്നുണ്ടാവും. അങ്ങനെ കുറച്ച് നെറ്റാണ്ട് ഓഫാക്കിയിട്ട് കോള് എല്ലാം ഡിസ്കണക്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇത് ഫേക്കാണെന്ന് ഏകദേശമൊക്കെ എനിക്ക് ബോധ്യമായി. പക്ഷെ എന്നാലും ഒരു ഉള്ളിൽ സംശയം. ഈ ഇതുണ്ടല്ലോ, ഈ നമുക്ക് കിട്ടിയ നോട്ടീസും കാര്യങ്ങളും പിന്നെ ഇവർ പോലീസ് യൂണിഫോമിലാണ് വന്നത്, അതൊക്കെ ഒരു സംശയം, എവിടെയോ എന്തൊക്കെയോ ഒരു സംശയം. പക്ഷെ വലിയൊരു കേസ് വാട്സപ്പ് മുഖാന്തരം കൈകാര്യം ചെയ്യാൻ പിന്നെ എനിക്കും മുസ്തഫാക്കൊക്കെ ഉള്ള സംശയമാണ്. ഇത്രയും വലിയൊരു ക്രിമിനൽ കുറ്റം ചെയ്താൽ ഞാന് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിക്കോട്ടെ, ഇങ്ങനെ രാജ്യദ്രോഹ കുറ്റം ഒരു വാട്സപ്പ് കോളിലൂടെ അറസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ കുറ്റം ചെയ്യുക ആൾക്ക് വാട്സപ്പിലൂടെ അറസ്റ്റ് വാറന്റ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പിന്നെ അത് എന്ത് ചെയ്യുക, വിശ്വസിക്കാൻ പറ്റാത്ത രൂപത്തിൽ അങ്ങനെയൊരു സംശയം.
അങ്ങനെ ഞങ്ങൾ ഈ കോള് കട്ട് ചെയ്തു. ഇവരൊക്കെ എനിക്ക് വെള്ളം വേണോ, ജ്യൂസ് വേണോ, ഭക്ഷണം കഴിക്കണോ, അങ്ങനെ അതൊന്നും പ്രശ്നമില്ലടാ, നമുക്ക് അത് വരുന്നോടത്ത് വെച്ച് കാണാൻ പറഞ്ഞാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. അങ്ങനെ ഞങ്ങളിവിടെ പോന്ന് ഞങ്ങൾ പിരിഞ്ഞ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്തായാലും ഇതിനൊരു പരാതി കൊടുക്കണം, ഇത് സ്കാമാണ്, നമുക്ക് പരാതി ഒന്ന് പിന്നെ എഴുതിയ പരാതി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ നാട്ടിലുള്ള കൽപ്പഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പിന്നെ കാര്യം പറഞ്ഞു. ഞാനും നിസാമും കൂടിയാണ് പോയത്. ഇവരൊക്കെ അപ്പോഴത്തേനും വീട്ടിൽ പോയി. ഞങ്ങളെ വ്ളോഗും ചീറ്റിപ്പോയി, അതേപോലെ മിനി ഊട്ടി ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ചീറ്റിപ്പോയി. കാരണം ഇരുട്ടായിരുന്നു. പിന്നെ അത്രയും നേരം വണ്ടിയിൽ നിന്ന് സംസാരിച്ചില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ നേരെ നിസാമിനെ കൂട്ടി ഞാൻ കൽപ്പഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ പോയി. കാര്യം ആണ് പറയാൻ നിൽക്കുമ്പോൾ തന്നെ പോലീസുകാർ പറഞ്ഞു അത് സ്കാമാണ്, അങ്ങനെ പല തട്ടിപ്പും ഇപ്പോൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല, നിങ്ങൾ ആ വാട്സപ്പ് ബ്ലോക്ക് ചെയ്താൽ മതിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ മലയാളി എന്നെ വിളിക്കും കട്ട് ചെയ്യും, വിളിക്കും കട്ട് ചെയ്യും. ഞാൻ ബ്ലോക്ക് ചെയ്തില്ല. ലാസ്റ്റ് അൻവർ വീട്ടിലെത്തിയാൽ പറയണം. അപ്പോൾ ഞാൻ പറയാം ഫോണിലെ ചാർജൊക്കെ തീരാറായി, ഇത് ഫോൺ ഇപ്പോൾ ഓഫാവും, കട്ടാവും, കോള് കട്ടാവാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വീട്ടിലെപ്പോൾ എത്തുമെന്ന് പറയണം, ചാർജ് ചെയ്തിട്ട് കോള് കട്ട് ചെയ്ത്. അത് അവരുടെ ഉദ്ദേശം എന്താ അറിയോ, നമ്മൾ ഈ കാര്യങ്ങൾ വേറെ ആളെ അറിയിക്കരുത്. വേറെ ഒരാളെ വിളിച്ച് പറഞ്ഞാൽ ചിലപ്പം നമുക്ക് ഇവർ ഈ പ്ലാന് പൊളിയല്ലോ, അത് സ്കാമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവരെ വിചാരം ഞാനിതെല്ലാം വിശ്വസിച്ചിരിക്കാന്നാണ്. അങ്ങനെ ഞാൻ ഫോണ് പിന്നെ ചാർജ് തീരാനായി എന്ന് പറഞ്ഞുകൊണ്ട് സ്ക്രീൻഷോട്ടൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ എന്തായി വീട്ടിലെത്തിയോന്ന് അയാൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് വിട്ടു. തനി മലയാളിയാണ്, ഞാൻ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് വിട്ടു, അയാൾ ഇങ്ങോട്ടും മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് വിട്ടു. പിന്നെ ഞാൻ കൽപ്പഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ നിന്ന് പിന്നെ എന്ത് ചെയ്ത് കാറിൽ ഇരുന്നിട്ട് പോലീസ് സ്റ്റേഷൻ്റെ ബോർഡ് ഫോട്ടോ എടുത്തിട്ട് അവർക്ക് അയച്ചു. ഞാൻ സ്റ്റേഷനിലാണ്, ഇവിടെ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്, ഓക്കെ നോ പ്രോബ്ലം എന്നാണ് തിരിച്ച് മെസ്സേജ് ഇട്ടു. കേസിൻ്റെ ഡീറ്റെയിൽസ് മെയിൽ അയക്കണമെന്ന് ചോദിച്ചു. ഞാൻ ഒന്നും പറഞ്ഞില്ല, വേണമെങ്കിൽ മെയിൽ അയക്കാൻ പറഞ്ഞുകൊണ്ട് ഒരു റീപ്ലൈ തന്നു. പിന്നെ ആ കോള് ഞാൻ കട്ട് ചെയ്തു. പിന്നെ അന്ന് രാത്രി ആ കോളേ വന്നില്ല. പിന്നെ മാത്രമല്ല അത് ബ്ലോക്ക് ചെയ്തു വിട്ടു. അങ്ങനെ ബ്ലോക്ക് ചെയ്ത് ഞാൻ രാവിലെ അൺബ്ലോക്ക് ചെയ്തപ്പോൾ കോള് വന്നു. ഒറ്റ പ്രാവശ്യം അവർ വിളിച്ചു, പിന്നെ വിളിച്ചില്ല. പിന്നെ അൺബ്ലോക്ക് ഒന്നും ചെയ്തില്ല. പിന്നെ കോള് വരുന്നുണ്ടോ നോക്കി, എന്താണ് അവർ പറയുന്നത് കേൾക്കാനുള്ളൊരു ജിജ്ഞാസ എനിക്കും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ വീണ്ടും ബ്ലോക്ക് ചെയ്തു. അങ്ങനെ ബ്ലോക്ക് ചെയ്ത് പിന്നെ നിസാം ആരോടൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു അത് ഇങ്ങനെ തട്ടിപ്പ് നടക്കുന്നുണ്ട്, അതൊന്നും ചെയ്യേണ്ട. അങ്ങനെ ഞാൻ കോഴിക്കോട് ഓഫീസിൽ പോയി നമ്മളെ സുഹൃത്തുണ്ട്, നമ്മളെ കൂടെ വർക്ക് ചെയ്യണ അസ്ലമിനെ കൂട്ടി ഞാൻ ഇവിടെ പോയി സൈബർ ക്രൈം ഒക്കെ രജിസ്റ്റർ ചെയ്യണം. അവിടെ സൈബർ പോലീസ് പോയിട്ട് ഞാൻ കയറി ചെന്ന് അവരെന്താന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു കോള് വന്നിരുന്നു. ആ കൊറിയർ അയച്ചതാണോ എന്ന് ചോദിച്ചു. അതെ കൊറിയർ അയച്ചതാണ്. ഫെഡക്സിലാവൂലേ? അല്ല ഫെഡക്സിലല്ല, എനിക്ക് കിട്ടിയത് DHL ആണ്. ഇത് ഇവിടെ സ്ഥിരമാണ്. പിന്നെ അപ്പോൾ അങ്ങനത്തേനൊന്നും നിങ്ങൾ തല വെച്ച് കൊടുക്കരുത്. ഞാൻ പൈസ ഒന്നും പോയിട്ടില്ല. അവര് രീതികളൊക്കെ സമയം നഷ്ടമായി, രീതികളൊക്കെ മനസ്സിലായി. പിന്നെ അവരിങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത്. അതൊക്കെ പോലീസുകാർക്ക് കൃത്യമായിട്ട് അറിയാം അവരിങ്ങനെ ആയിരിക്കും വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് എങ്ങനെ അവരെ കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ നമ്പർ കാണിച്ചു കൊടുത്തു. അവർ പറഞ്ഞു ഇത്തരം റാക്കറ്റുകളെ കണ്ടെത്തുക പ്രയാസമാണ്. കാരണം ഇവർ വിളിക്കുന്നത് പലരും പല രാജ്യത്തു നിന്നാണ്. പലരും VPN ഉപയോഗിച്ചിട്ട് ചിലപ്പം കൺട്രി കോഡ് മാറ്റുക അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. VPN ഉപയോഗിച്ച് ട്രേസ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലാണ് ഈ തട്ടിപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പിന്നെ ബാങ്ക് ഡീറ്റെയിൽസോ OTP അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യരുത്. പിന്നെ ആ വാട്സപ്പ് ബ്ലോക്ക് ചെയ്യണം. പിന്നെ അവരെ ഒരു അടുത്ത രീതി RBIന്റെ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ രീതി എങ്ങനെയാ വെച്ചാൽ വെരിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ ഒരു ലിങ്ക് നമ്മളെ വാട്സപ്പിലേക്ക് വിടും. ആ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം AnyDesk പോലെയുള്ള പിന്നെ സ്ക്രീൻ ഷെയറിങ് അല്ലെങ്കിൽ നമ്മളെ മൊബൈൽ ഷെയർ ചെയ്യുന്ന രൂപത്തിലുള്ള ആപ്പായിരിക്കും. നമ്മളറിയാതെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഡാറ്റ മൊത്തം അവിടെ കിട്ടും. നമ്മളെ മൊബൈലിലുള്ള ബാങ്കിൻ്റെ ആപ്പ് അവർക്ക് തുറക്കാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് അവർ തട്ടിപ്പ് നടത്തുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് എനിക്കുണ്ടായ ഒരു അനുഭവം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു വ്യാജ കോളോ അല്ലെങ്കിൽ വ്യാജ സന്ദേശമോ ഈ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചിട്ട് ആരെങ്കിലും വിളിച്ചിട്ടുണ്ട് നിങ്ങൾ കമൻറ്റിൽ പറയൂ കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അനുഭവമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അത് എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. ഈ കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. അപ്പോൾ ഇത്തരം തട്ടിപ്പുകളിലൊന്നും നമ്മൾ ചെന്ന് ചാടാതിരിക്കുക. അതേമാതിരി നമ്മൾ ഇതേപോലെ തന്നെ ഉള്ളതാണ് ഫേസ്ബുക്കിലൊക്കെ
ചെറിയ പൈസക്ക് ഭയങ്കര വാല്യൂ ഉള്ള സാധനങ്ങൾ കിട്ടും. അതേപോലെ എന്താ വെച്ചാൽ ഒരു പ്രൊഡക്റ്റിന് 5000 ഒക്കെ ആവും, ചിലപ്പോൾ അത് ഓഫർ കഴിച്ചിട്ട് 200 റുപ്യൊക്കെ കാണിക്കും. അങ്ങനത്തെ തട്ടിപ്പുകളുണ്ട്. അതേപോലെ പല തട്ടിപ്പുകളും ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊന്നും ചെന്ന് പെടാതെ അല്ലെങ്കിൽ അതിന് തല വെച്ച് കൊടുക്കാതിരിക്കുക. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഇതൊക്കെ ഒരു പാടാണ്. എനിക്ക് കിട്ടിയ ആദ്യത്തെ ഒരു അനുഭവമാണ്. നമ്മളതൊന്നും ഷെയർ ചെയ്ത് കൊടുത്തിട്ടൊന്നുമില്ല, നമ്മളെ പൈസ പോയിട്ടില്ല, പക്ഷെ ഒരുപാട് സമയം നഷ്ടമായി. ആ സമയം നഷ്ടമായതുകൊണ്ട് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസും കിട്ടി, ഇതെങ്ങനെയാണ് അവർ വിളിക്കുക എന്നുള്ളത്. പിന്നെ ഞാൻ അത് കഴിഞ്ഞ് കേരള പോലീസിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഞാൻ നോക്കുമ്പോൾ ഇതേപോലെ ഒരു പിന്നെ അവരൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഇങ്ങനെ ആളുകൾ വിളിക്കുന്നുണ്ട്, ആരും ഡാറ്റ ഷെയർ ചെയ്യരുത്, ബാങ്ക് അക്കൗണ്ടോ OTP ഒന്നും ഷെയർ ചെയ്യരുത് പറഞ്ഞിട്ട് അവരൊരു ഫേസ്ബുക്ക് പോസ്റ്റും ഞാൻ കണ്ടിരുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ടാറ്റ.